ഇവന് ഇത്രയും കാലമായിട്ട് ടൊയോട്ടയ്ക്ക് ഇന്നോവ പെട്രോൾ ഉണ്ടായിരുന്ന അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് വല്ല റാമ്പിലോ അല്ലെങ്കിൽ വല്ല ബബിൾ റാപ്പിലോ പൊതിഞ്ഞു വെച്ചോണ്ടായിരിക്കണം അതിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തത്. നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അവരത് വീഡിയോ ഉണ്ടാക്കുന്നു, അവർ റീച്ച് കൂടുന്നു, കാശുണ്ടാക്കുന്നു. ഓക്കെ, നിങ്ങൾ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തോ, എന്ത് വേണേൽ കാണിച്ചോ, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ സ്വന്തമാണ്. പക്ഷേ ആ പെൺകുട്ടികൾ കയ്യടി അറിയിക്കുന്നുണ്ട്. ഇന്ന് ചിങ്ങം 1 ഇതേതാണ് വണ്ടി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് കറക്റ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഓക്കെ, ചിങ്ങം 1 ഇന്ന് 1-2 പരിപാടികളുണ്ട്. ഒരു പരിപാടി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പെയിൻറ്റ് കട ഉദ്ഘാടനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ പരസ്യമായിട്ട് പറയാം, നിങ്ങൾക്ക് വണ്ടിയുടെ പെയിൻറ്റൊക്കെ വേണമെങ്കിൽ ആ ഒരു പെയിൻറ്റ് കടയിൽ പോയി മേടിച്ചാൽ മതി. പുള്ളി ആദ്യത്തെ പെയിൻറ്റ് വിൽക്കുന്നത് എനിക്കാണ്. പക്ഷേ ആ പെയിൻറ്റ് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഒക്കെ ഒരു പെയിൻറ്റ് മാറ്റം ആഗ്രഹിച്ചിരുന്നു. ഒരു പെയിൻറ്റ് അടിക്കാൻ പറ്റിയ സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കാരണം കാശ് കൊടുത്ത് ചെയ്യാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഇപ്പം ഇല്ല. എന്തായാലും പെയിൻറ്റ് ഉണ്ട്, 1 കിലോ പെയിൻറ്റിൻ്റെ ഉണ്ട്, 1 കിലോ ലിറ്ററാണോ എന്തായാലും അത് കിട്ടും ഇന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിൽക്കി സിൽവർ വേണമെന്ന്. കാരണം നമ്മുടെ വണ്ടി ടെറാബീജ. എനിക്ക് ടെറാബീജ തന്നെ അടിക്കണമെന്നില്ല, കാരണം അതിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് അതിൻ്റെ 5 മൂലയ്ക്ക് 5 കളറാണ്. കാരണം ആ വണ്ടി മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ ഒരു വ്യക്തി ആ വണ്ടി അത്യാവശ്യം അവിടെ കുറച്ച് കണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് പെയിൻറ്റ് ഇട്ടേ ഒരു കളർ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു കളർ മാച്ച് ചെയ്യലോട് കൂടിയിട്ട് സിൽക്കി സിൽവർ കൂടെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പെയിൻറ്റ് കടയുടെ ഉദ്ഘാടനം കൊണ്ട്. എന്തായാലും അത് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് ഇൻജിയോൺ കിയയിൽ 150 വണ്ടികളാണ് അവർ ഡെലിവറി ചെയ്യുന്നത്. അത് വെറും വണ്ടികളല്ല, സിറോസ് EV ആണ്. സിറോസ് EV വന്നപ്പോൾ ഞാൻ പറഞ്ഞത് പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ്. ഇത്രയും വലിയ പൊട്ടൻഷ്യൽ കേരളക്കാർ മൊത്തം കാണും നമ്മൾ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇൻജിയോൺ കിയയിൽ പോകണം, ഡെലിവറി ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്താൽ മാത്രമല്ല സദ്യ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ MG നടത്തിയ പോലെ സദ്യ കിയയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണോ എന്നോട് പറയുന്നത് നോക്കണ്ട. കാരണം ഞാൻ ഒരു വീഡിയോ ക്യാഷ്വലായിട്ട് ചെയ്യാൻ വിചാരിക്കും. കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എയറിലാണല്ലോ. കാരണം ഒരാൾ എയറിലായി, അതുപോലെ നമ്മളും എയറിലാണ്. കാരണം ഞാൻ ഇന്നോവയ്ക്ക് പെട്രോളിൻ്റെ കാര്യം അറിയാതെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിലെ പല പേഴ്സണാലിറ്റീസും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരും വന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളറിയാത്ത ഇന്നോ ഉണ്ടോ? അത് അവർക്ക് അറിയണ്ട. ഏത് വേർഷൻ ഇറങ്ങി, എത്ര എഞ്ചിൻ ഇറങ്ങി, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ജനറേഷൻ ചേഞ്ച്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊറോള ആവട്ടെ, ക്യാമറ ആവട്ടെ, അതല്ലെങ്കിൽ ഇന്നോവ ആവട്ടെ, ഫോർച്യൂണർ ആവട്ടെ, ഹൈലക്സ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോദിച്ച്, നമ്മളറിയാത്ത ടൊയോട്ട അല്ലല്ലോ. അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. കാരണം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അല്ലേ? ഞാൻ സാധാരണ TV-യിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം TV-യിൽ പരിപാടിക്കാൻ പോകുന്നതും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് മാത്രമൊന്നുമല്ല. അതായത് നമുക്ക് നമ്മുടെ വണ്ടിപ്രാന്തൻ ഉയർച്ച കിട്ടാനായിട്ട് ചെയ്യാനുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. ഞാൻ വിചാരിക്കുകയാണ്, ഒരാളെന്നെ സിനിമയിലേക്ക് വിളിക്കുന്നു, ഒരു ചെറിയ വേഷം തരുന്നു. ഓക്കെ, ഇയാളൊരു യൂട്യൂബറാണല്ലോ. ആ വേഷം തന്നതിൻ്റെ ബാക്കി എന്നോണം അവർ നടത്തുന്ന ഇൻ്റർവ്യൂവിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ വണ്ടിപ്രാന്തൻ ഒന്നുകൂടി വിസിബിൾ ആവും. അങ്ങനെ ഒരു സ്വാർത്ഥമായിട്ടുള്ള താല്പര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും നമ്മൾ വിളിക്കുമ്പോൾ ചാടി കയറി പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 24-ലെ ഈ പരിപാടിക്ക് ഞാൻ പോയത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് E20 പെട്രോൾ ജിംനിക്ക് അടിച്ചിട്ടാണ്. ഓക്കെ, ജിംനി കോമ്പറ്റബിൾ ആണെന്നൊക്കെ ജിംനി എഴുതുന്നുണ്ട്. പക്ഷേ എന്താണ് കോമ്പറ്റബിൾ എന്ന് പറഞ്ഞാൽ അത് E20 ഒഴിച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ കേടില്ലെന്നുള്ളൂ. അല്ലാണ്ട് മൈലേജൊക്കെ സെയിം ആണ്, മൈലേജ് ഒന്നുമില്ല. അത് എനിക്ക് 8-7 കിട്ടുന്നത്. ഓക്കെ, എന്തോട്ടെ, ഞാൻ എൻ്റെ വെൻ്റെക്കകത്ത് പ്രീമിയം പെട്രോൾ അഥവാ XV100 അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് 13 മിനിമം സിറ്റി കിട്ടുന്നുണ്ട്. വാട്ടവർ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ 24 ന്യൂസിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല വിവേചി വഴിക്കാണ് ആ ചർച്ച വരുന്നത്. കാരണം പുള്ളിയോട് പറഞ്ഞു നമുക്ക് ചർച്ചയുണ്ട് ന്യൂസ് 24-ൽ, എനിക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനിവിടുന്ന് അവരുടെ സ്റ്റുഡിയോ ഒരു അങ്ങറ്റത്താണ്, പിറവത്തുനിന്നും പോകണം, കുറച്ച് അടുത്ത് പോകണം. മണിയീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് വണ്ടി ഓടിച്ച് പോയി 30 കിലോമീറ്റർ അറൗണ്ട് ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ ഓടിച്ച് പോയിട്ട് കാർപ്ലേ കേട്ടെ, പെയിൻറ്റ് കടയുടെ ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ അവിടെ വെച്ച് ഓടിച്ച് പോയി ഞാൻ അവിടെ എത്തി. രാത്രി ചെല്ലുന്നു. ഇവർ പറഞ്ഞ സമയം 6 മണിയാണ് കേട്ടോ. 6 മണിക്ക് നമ്മൾ ചെന്നു. അപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം ഓക്കെ എന്തോട്ടെ, അദ്ദേഹം ഒരു ദിവസം ഒരു 5-6 ഷോ ഒക്കെ റെക്കോർഡ് ചെയ്യും, നിന്ന് റെക്കോർഡ് ചെയ്യും. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരുടെ ഷോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 8 മണിക്കാണ് തുടങ്ങിയത്, 8:30 തുടങ്ങിയത്. ഓക്കെ, കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഡിന്നർ അവർ തന്നു. ഓക്കെ, ആ ഡിന്നറിൽ കഞ്ഞിയും പയറും ചിക്കൻ കറിയും പൊറോട്ടയും നടന്നു. അത് നല്ലൊരു ഡിന്നറായിരുന്നു, കുറ്റം പറയാൻ പറ്റില്ല. കാരണം കഞ്ഞി എന്ന് പറയുന്നത് നല്ല കുത്തരിയുടെ കഞ്ഞിയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ്. കൂടാതെ വൻപയറിൻ്റെ ഉപ്പേരിയും അച്ചാറും. ഓക്കെ, അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിൽക്കുകയാണ്. അതായത് സമയം പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക ശ്രീജിത്ത് പെരുമൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള രഞ്ജിനി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്. അവരെ പരിചയപ്പെട്ട് വർത്താൻ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പുറത്ത്. ഞാൻ അകത്ത് ഗ്രേസിലൊന്നും ഇരുന്നില്ല, പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണെന്താവും, വണ്ടികളിലൂടെ ഇങ്ങനെ കണ്ണോടിക്കും. അപ്പോൾ ഈ ഓട്ടോ
റിപ്പയർ, അത് വർക്ക്ഷോപ്പുകളുടെ ഒരു അസോസിയേഷൻ്റെ ഒരു യൂണിയൻ നേതാവ് വന്നിരുന്ന ഒരു ഹോണ്ട സിറ്റിക്കകത്താണ്. ആ ഹോണ്ട സിറ്റി എൻ്റെ ജിമ്മിനെ അടുത്ത് തൊട്ടൊരുമി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 വണ്ടി ഞാൻ നോട്ട് ചെയ്തു. അവിടെ ഒരു ആസ്പെയർ എടുക്കുന്നുണ്ട്. ആസ്പെയർ എന്ന് പറയുന്നത് ബ്ലാക്കാണ്. ഈ വണ്ടി ന്യൂസ് 24ൻ്റെ വണ്ടി. അപ്പോൾ ആസ്പെയറോ എന്ന് പറഞ്ഞാൽ അതൊന്ന് പോയി കണ്ടു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് തൊട്ടപ്പുറത്തൊരു ഇന്നോവ കിടക്കുന്നത്. അതായത് അത്യാവശ്യം സ്ക്രാച്ചൊക്കെ ഉണ്ട്, ഒരു വക്കീലിൻ്റെ ഒരു പടമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അഡ്വക്കേറ്റ് യൂസ് ചെയ്ത ഇന്നോവ എന്ന് പറഞ്ഞിട്ട് ഉടനെ ക്ലാസിഫൈഡ്സിൽ വരാൻ പോകുന്നൊരു വണ്ടിയാണല്ലോ ഇതെന്നൊക്കെ പറഞ്ഞ് നോക്കി. നമ്പർ കണ്ടു. ഓക്കെ, ഈ നമ്പർ എന്ന് പറയുന്നത് ഈ ഭാഗത്തൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ആ വണ്ടി ഞാൻ കണ്ടുവിട്ടു. എനിക്ക് ആ വണ്ടിയുടെ ഒരു ഏകദേശം രൂപം മനസ്സിലായി. അപ്പോൾ ഇത് ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ അവിടെ ഈ ഇന്നോവ കൂടാതെ വേറെ വക്കീലിൻ്റെ വണ്ടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒറ്റ വക്കീലിൻ്റെ വണ്ടികൾ. അപ്പോൾ ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. വളരെ രസമാണ് ചർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം അതിലൂടെ വരും, അതുപോലെ ശ്രീകണ്ഠൻ നായർ വന്നിട്ട് പുള്ളിയുടെ കാര്യങ്ങളും പരസ്യമൊക്കെ പറയും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്തൊരു നെഗ് അടിച്ചു, അതായത് നെഗറ്റീവ് അടിച്ചു. കാരണം ചില ആളുകൾക്ക് മാത്രം ഇവർ ലേപ്പൽ മൈക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ലേപ്പൽ മൈക്ക് കുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അവരുദ്ദേശിക്കുന്നത് ഇവർ മാത്രം മാക്സിമം സംസാരിച്ചാൽ മതി എന്നായിരിക്കും ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഇടയിൽ കൂടെ കയറാനുള്ള പെർമിഷൻ ആവാനും മതി. അപ്പോൾ അങ്ങനെ ആ ലേപ്പൽ മൈക്ക് കുത്തി കൊടുത്ത ആൾക്കാരെ കണ്ടു. പിന്നെ നമുക്ക് കൊടുന്ന് സാധാരണ മൈക്കോടും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തു. ഓക്കെ, മൈക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ പിള്ളേർ, ജെൻസി പിള്ളേരായിട്ടുള്ള നമ്മുടെ ഭാരത് മാതാ കോളേജാണോ അതോ നമ്മുടെ എന്താ പറയുക രാജഗിരി കോളേജാണോ എനിക്കറിയില്ല, അവിടെ MSW പഠിക്കുന്ന കുറേ പിള്ളേർ, വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ പിള്ളേർ വന്ന് ഓഡിയൻസ് ആയിട്ടിരുന്നു. അങ്ങനെ പരിപാടി തുടങ്ങിയപ്പോഴേ സംഗതി എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം നല്ല ടയർഡാണ്. കാരണം 3-4 എപ്പിസോഡൊക്കെ എടുത്ത് വന്നിക്കണ കൊണ്ടായിരിക്കും. ഇതെങ്ങനെയും തീർത്താൽ മതി എന്നുള്ള മൈൻഡൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ എന്നാലും പുള്ളി ഭയങ്കര ടയർഡാണ്. പിന്നെ പുള്ളി സംസാരിക്കുന്നതെല്ലാം ഈ പറഞ്ഞ മാതിരി പുള്ളി ഡിഫൈൻ ചെയ്ത് വെച്ച ആൾക്കാരോട് മാത്രമാണ്. പേഴ്സണലി പുള്ളി തീരുമാനിച്ചിട്ടുണ്ട് ഇവരോടെ നമ്മൾ സംസാരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനൊക്കെ ഡെയിലി അല്ലെങ്കിൽ എല്ലാ ചർച്ചയ്ക്കും വരുന്ന ഒരാളാണ്. പുള്ളി സ്വന്തം കാശ് കൊടുത്ത് പെട്രോൾ അടിച്ചിട്ടാണോ ഇനി ഇവർ പെട്രോൾ അടിച്ച് കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇരുന്നിട്ട് സംസാരിച്ചത് വളരെ കുറച്ചാണ്. 4-3-7 വാക്ക് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് മുഴുവൻ ആ വീഡിയോയുടെ ചാനലിൻ്റെ വീഡിയോയിലുണ്ട്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഇതെല്ലാം ഒന്നും കാണിക്കില്ല, ചിലപ്പോൾ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ സംഗതികളൊക്കെ കട്ട് ചെയ്ത് പോകാനാണ് സാധ്യത. കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പരിചയപ്പെടാൻ വന്നപ്പോൾ വണ്ടിപ്രാന്തൻ എന്താണെന്ന് പറയാനുള്ളൊരു അവസരം തരുന്നതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് മൈക്ക് മാറി വേറെ സ്ഥലത്തേക്ക് പോയി. കാരണം മുഴുവനാക്കാൻ പറ്റില്ല. അതുപോലെ ചോദ്യം പറയുമ്പോൾ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഭയങ്കര വെപ്രാളത്തിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കറിയാം ഒരു പോസ്റ്റ് ഇട്ടാൽ സാധനം പോയി, അതാണ് അവസ്ഥ. അതുകൊണ്ട് എൻ്റെ കൈൻഡ് ഓഫ് ആൾക്കാർക്ക് പറ്റിയ ഒരു ചർച്ചയല്ല ന്യൂസ് 24. പക്ഷേ വിളിച്ചതിന് ഞാൻ പോട്ടോ, കാരണം വണ്ടിപ്രാന്തൻ്റെ വിളിച്ചത് നമ്മുടെ എന്താ പറയുക കാര്യമാണ്. അതുകൊണ്ട് വിളിച്ച് ഞാൻ പോകും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും എന്നെപ്പോലുള്ള ഒരാൾക്ക് കാമാൻ കോയറ്റായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രം സംസാരിച്ച് ഒരാളുടെ ഇടയിൽ കയറി പറയാത്ത ഒരാൾക്ക് പറ്റിയ പരിപാടിയൊന്നുമല്ല അത്. അങ്ങനെ സംസാരം തുടങ്ങി. പറയാനുള്ളതൊക്കെ ഒരുവിധം പറഞ്ഞു. മൈക്ക് കിട്ടിയ ഭാഗത്തൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഇടയിൽ കൂടെ കയറി പറയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എക്സ്ട്രോവേർട്ട് അല്ല, നമുക്ക് അങ്ങനെ ഇടയിൽ കൂടെ കയറി സംസാരിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് പറയണം തോന്നിയ 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. അതിലൊരു പോയിന്റ് വന്നത് യാദൃശികമായിട്ടായിരുന്നു. അതായത് ഇദ്ദേഹം, നമ്മുടെ ഈ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞു E20 വണ്ടികൾക്ക് കേടുവരത്തില്ല പറഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് വർഷാപ്പായിരിക്കുന്നുണ്ട്, അവർ 10-200 കാർബറേറ്ററിൻ്റെ കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കേട്ടോണ്ടിരിക്കുക. കാരണം നമുക്കറിയാലോ ഇത് പണി കിട്ടാൻ സാധ്യത ഉണ്ടെന്നും പണി കിട്ടുമെന്നും നമുക്കറിയാലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ആശങ്കകൾ മാത്രമാണൊന്നും സംഭവിക്കില്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ട് കാർ E20 കൊണ്ടാണ് ഓടുന്നതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ കാർ തന്നെയല്ല ഇപ്പോൾ ഈ കാർ തോന്നി. ഒരു സാധനം കത്തില്ലേ, ആ സാധനം കത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് ആ വണ്ടി പെട്രോൾ അല്ലല്ലോ ഡീസൽ അല്ലേ എന്ന് ചോദിച്ചു. അതാണ് ഇപ്പോൾ ആളുകൾ വിളിച്ച് പറഞ്ഞു ഇന്നോവയ്ക്ക് പെട്രോൾ ഉണ്ടായിരുന്നു. നമുക്കറിയാത്ത പോലെ ഇന്നോവയ്ക്ക് പെട്രോൾ ഉണ്ടായിരുന്നു അറിയാം. ഞാൻ ചോദിച്ചത് ഞാൻ ആ കണ്ട വണ്ടി, അദ്ദേഹം വന്ന വണ്ടി, ആ ഒരു പെർട്ടിക്കുലർ വണ്ടി അത് ഡീസൽ അല്ലേ എന്നാണ്. അതിന് പുള്ളി പറഞ്ഞ മറുപടി ഞാൻ ഉപയോഗിക്കുന്ന ഇന്നോവ പെട്രോൾ ആണ് എന്നതാണ്. ഓക്കെ, 2 സാഹചര്യങ്ങളുണ്ട്. പുള്ളിക്ക് ഒരു ഡീസൽ ഇന്നോവയും ഒരു പെട്രോൾ ഇന്നോവ ഉണ്ടാവാം. ഒരെണ്ണം വീട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചൊക്കെ അങ്ങനെയാണെങ്കിൽ അത് വല്ല റാമ്പിലോ അല്ലെങ്കിൽ വല്ല ബബിൾ റാപ്പിലോ പോയി വെച്ചോണ്ടായിരിക്കണം അതിന് കംപ്ലയിൻ്റ് ഇല്ലാത്തത്. അത് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ വീട്ടിൽ വണ്ടി ഉണ്ടോ നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളി വന്ന വണ്ടി എന്ന് പറയുന്നത് അതൊരു ഡീസൽ ഇന്നോവയാണ്. അതിന് 10-14 വർഷത്തെ പഴക്കേണ്ടതാണ് പുള്ളി അവകാശപ്പെടുന്നത്. ഓക്കെ, എന്തോട്ടെ, ഞാൻ ആ വീഡിയോയിൽ RC-യുടെ ഒരു കോപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. RC-അല്ല, അത് ഫൈൻഡറാണ്. ഓക്കെ, എന്തോട്ടെ. എന്തായാലും ഒരു പെട്രോൾ വണ്ടി വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ 2.4 അല്ലെങ്കിൽ 2.5 ഡീസൽ എന്ന് എഴുതാൻ മാത്രം ഒരു മണ്ടത്തരം എന്തായാലും അദ്ദേഹം കാണിക്കില്ലല്ലോ. എന്തായാലും അത് ഒരു D40 ആണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ 100% കാര്യമാണ്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് ഏറ്റെടുക്കാൻ കുറേ ആൾക്കാരുടെ ഇന്നോവയ്ക്ക് വണ്ടികൾ കുറവാണ് ഒരാൾ പറഞ്ഞു. ഓക്കെ, അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തോട്ടെ, എന്തായാലും അദ്ദേഹം വന്ന ഇന്നോവ ഡീസൽ ഇന്നോവയാണ്. അദ്ദേഹം ആ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് പച്ചക്കള്ളമാണ് എന്നുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ വിമർശിച്ചതും അതെടുത്ത് റീലാക്കണം. വേറൊരു കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ 24 ന്യൂസുകാർ എന്തായാലും
അത് മിൽക്കിയാണ്. നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അവരത് വീഡിയോ ഉണ്ടാക്കുന്നു, അവർ റീച്ച് കൂടുന്നു, കാശുണ്ടാക്കുന്നു. ഓക്കെ, അവർക്ക് എനിക്ക് അറിയില്ല ആരൊക്കെ കാശ് കൊടുക്കുന്നു. എന്തായാലും ജിമാർട്ട് എന്തോ ഒരു പരസ്യ സ്ഥാപനമാണ് ആ പ്രോഗ്രാം പരസ്യം ചെയ്യുന്നത്. അത് എന്തായാലും ഒരിത്തിരി റീച്ച് വേണം, അതുകൊണ്ട് അവരത് വീഡിയോ ആക്കി ഇടുന്നു. നമുക്ക് ആ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അതെടുത്ത് കോപ്പി ഇടാനോ പറ്റില്ല, കാരണം കോപ്പി റൈറ്റ് അടിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിൽ നമ്മൾ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് റീലിടാനുള്ളതാണ്. ഇതിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗവും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വേറെ ഒന്നല്ല, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് അടിച്ചിട്ട് ഈ വീഡിയോ തന്നെ പോവും. അതുകൊണ്ട് അതൊന്നും ഞാൻ മെനക്കിടുന്നില്ല. നിങ്ങൾ കണ്ടാൽ മതി വീഡിയോടെ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. റീൽ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, വണ്ടിപ്രാന്തൻ ഒഫീഷ്യലാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ID അറിയാലോ, അതിനകത്തുണ്ട്, കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് അവിടുത്തെ 24 ന്യൂസിലെ ആ തമ്മിൽ എന്ന പരിപാടിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഒരിത്തിരി പെട്രോൾ അടിക്കണം കേട്ടോ, കാരണം ഈ വണ്ടിക്കകത്തെ പെട്രോളില്ല. പെട്രോൾ അടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 24 ന്യൂസിൽ ഈ പരിപാടിക്ക് പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞു, പോയിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അതല്ല, ചില കാര്യങ്ങൾ അങ്ങനെയുള്ളൂ. ചിലത് ടൊയോട്ട ഇന്നോവ പോലെയാണ്, വലിയ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും കയറിയെങ്കിൽ കൊടുത്തുനിന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ഞാൻ വിചാരിച്ചോ, ഒരു വീഡിയോ ഉണ്ടാക്കണം വിചാരിച്ചൊന്നും അല്ല. എന്നാലും ഒരു 10 മിനിറ്റ് വീഡിയോക്കുള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നി. അതായത് അത് പറയാതിരുന്നാലേ പിന്നീട് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി നടന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ പറയണം കാര്യങ്ങളൊക്കെ. അതായത് കുറേ ആൾക്കാരെടുത്ത് നമുക്കിട്ട് നമ്മളെ എയറിലാക്കാൻ വേണ്ടിയിട്ട് ഇവന് ഇത്രയും കാലമായിട്ട് ടൊയോട്ടയ്ക്ക് ഇന്നോവ പെട്രോൾ ഉണ്ടായിരുന്ന അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ മുന്നേ ദയവ് ചെയ്തിട്ട് വണ്ടിപ്രാന്തൻ എന്ന് പറഞ്ഞ ചാനൽ യൂട്യൂബിലുണ്ട്. അവിടെ പോയിട്ട് വെറുതെ ഇന്നോവ വണ്ടിപ്രാന്തൻ അടിച്ചാൽ വണ്ടിപ്രാന്തനിൽ ചരിത്രവും അല്ലെങ്കിൽ വണ്ടിയുടെ ജാതകവും ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് അനവധി വീഡിയോസ് കാണാം. കാരണം നമ്മുടെ പണി ഇതാണ്. ഇത് പണി ഇതല്ലെങ്കിലും നമുക്ക് വണ്ടിയുടെ പ്രാന്താണ്. അത് ഏതൊക്കെ ഇറ്ററേഷൻ ഇറങ്ങി അല്ലെങ്കിൽ ഏതൊക്കെ വണ്ടികളിൽ ഏതൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കുന്നത്. അത് രാവിലെ എണീച്ചാൽ മൊബൈൽ എടുത്ത് നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ മോഡലുകളുടെ പിക്ചറല്ല. മോഡലുകളുടെ പിക്ചർ നോക്കുന്നത് മോശമല്ല പറയുന്നത്. പക്ഷേ വണ്ടികളുടെ റീൽസും വണ്ടികളുടെ കഥകളുമാണ്. അല്ലെങ്കിൽ വായിക്കുന്ന പത്രത്തിൽ അല്ലെങ്കിൽ വായിക്കുന്ന ന്യൂസ് പോർട്ടലുകളിൽ അല്ലെങ്കിൽ വായിക്കുന്ന ഓൺലൈൻ ചാനലുകളൊക്കെ നമ്മൾ നോക്കുന്നത് ഇന്ന് ഏത് വണ്ടിയുടെയാണ് ന്യൂസ് എന്നാണ്. അതുപോലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളൊക്കെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലുകൾ നിലനിന്ന് പോകുന്നതും ഇതുകൊണ്ടൊക്കെ നമ്മൾ കഞ്ഞുടിച്ച് ജീവിക്കുന്നതും അല്ലേ. അപ്പോൾ വണ്ടിപ്രാന്തനോട് വണ്ടി അറിയില്ലെന്ന് ചോദിക്കുന്നത് ഇൻസൾട്ടാണ്. മറ്റാൾ പറയുന്ന പോലെ മുരളി ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പറയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്. ആ പ്രോഗ്രാമിന് പോയിട്ട് അവിടെ പോയ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എപ്പിക്കായിരുന്നു. കാരണം അവിടെ നമ്മളാണ് സംസാരിക്കുന്നത്, അവിടെ നമ്മളോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് പൂരപ്പറമ്പിൽ പൂരം കാണാൻ പോയിട്ട് പഞ്ചവാദ്യത്തിൽ മദ്രക്കാരനോട് കുറച്ചുകൂടി ഉറക്ക കൊട്ടാന്ന് പറയുമ്പോൾ ഒരാളെ ഇങ്ങനെ ഗർജിക്കുമ്പോൾ അവിടെ കയറിയിട്ട് എനിക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞ് വലിച്ചു ഊരി വാങ്ങി കൊടകൊടാന്ന് വർത്താനം പറയാനുള്ള ഒരു അവസരമല്ല അത്. അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് നമുക്ക് കൂടുതൽ പങ്കെടുക്കാനും കൂടുതൽ കാര്യങ്ങൾ പറയാനും ഇഷ്ടം എന്ന് പറയുന്നത്. അതായത് വളരെ കാമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ആങ്കർ, അവർ അതിനനുസരിച്ച് നമുക്ക് ഉത്തരം പറയാൻ തരുന്ന സമയം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇഷ്ടം വേറെ, പങ്കെടുക്കേണ്ട അനിവാര്യത വേറെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെയും ഒരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഏത് പ്രോഗ്രാമിൽ വിളിച്ചാലും നമ്മൾ പോയി പങ്കെടുക്കും, ഏത് ചാനൽ വിളിച്ചാലും നമ്മൾ പോയി പങ്കെടുക്കും, ആര് വിളിച്ചാലും ഏത് സിനിമയിൽ ഏത് വേഷം ചെയ്യും. കാരണം എനിക്കെൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് വണ്ടിപ്രാന്തൻ്റെ ഉയർച്ചയാണ്. അതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയില്ല. അത് പറയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പാർട്ടിക്കാരുടെ സപ്പോർട്ടറാണോ, എൻ്റെ കമ്മി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയം ഞാൻ ഓൾറെഡി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ എല്ലാ പാർട്ടിക്കാരുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പല പാർട്ടിക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടോ ഒന്നുമല്ല യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിലിറങ്ങിയിട്ട് തെരുവിലിറങ്ങിയിട്ട് കൊടി പിടിച്ച് സമരം ചെയ്യാൻ പറ്റിയ ഒരാളൊന്നുമല്ല. അപ്പോൾ അതിന് പകരം ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ പോയിട്ട് നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളൊരു പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ കാണിക്കണം. അത് കാണിക്കാൻ കൂടിയുള്ള അവസരമായിട്ടാണ് നമ്മൾ ചർച്ചകളെ കാണുന്നത് ഈ വണ്ടിപ്രാന്തൻ്റെ വളർച്ചയ്ക്ക് പുറമെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ അത് ഒറ്റ കാര്യമായിട്ട് നമുക്ക് തോന്നും. ആ കാര്യമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിലെ അഭ്യാസങ്ങൾ വേണമല്ലോ എന്തായാലും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തോ എന്ത് വേണേൽ കാണിച്ചോ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ സ്വന്തമാണ്. പക്ഷേ നാടിന് നാശം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ ഈ പറയുന്നു ന്യായീകരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പാർട്ടിക്കാരാവട്ടെ, പാർട്ടിക്കാരുടെ മക്കളാവട്ടെ, പാർട്ടിക്കാർ നിൽക്കുന്ന സ്ഥാനമാനങ്ങളിലുള്ള ആൾക്കാരാവട്ടെ, അവരൊക്കെ സഞ്ചരിക്കുന്ന വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെൽഫെയറും
ഹൈക്രോസും ക്രിസ്റ്റയും അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ BMW മെഴ്സീസും അങ്ങനെയുള്ള കാറുകൾ സഞ്ചരിച്ച് പ്രീമിയം പെട്രോൾ അടിച്ച് അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ 75,000 1 ലക്ഷമൊക്കെ മെയിൻ്റനൻസ് ചിലവാക്കിയിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നത് കാണാം. സാധാരണ മനുഷ്യൻ, ഞാൻ ആ ചാനലിലും സംസാരിച്ചത് സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. കാരണം ബൈക്ക് ഉപയോഗിക്കുന്ന കാർബറേറ്റർ ബൈക്ക് വിറ്റൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ ബൈക്ക് വാങ്ങാൻ കാശില്ലാത്ത, അത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നഷ്ടം വരിക. കാരണം ഒരു കാർബറേറ്റർ അടിച്ചു പോയാൽ 2,000-3,000 രൂപ ചിലവാക്കാന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ 10,000-15,000 രൂപ ശമ്പളത്തിൽ നിന്ന് അതൊരു ഭീമമായ പെർസെൻറ്റേജ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഉദാഹരണം പറയാം. 10 ലിറ്റർ പെട്രോളിൽ 20% E20 എന്ന് പറയുമ്പോൾ 2 ലിറ്ററായി അല്ലേ? ഈ 2 ലിറ്റർ വെള്ളം ടാങ്കിൽ വന്നാൽ ആ വെള്ളം എങ്ങനെയാണ് കാർബറേറ്ററിൽ എത്തുന്നത്, എങ്ങനെയാണ് അതിനെ വണ്ടിയുടെ എഞ്ചിനെ നശിപ്പിക്കുന്നതെന്ന് ചുമ്മാ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. അല്ല റോക്കറ്റ് സയൻസ് ഒന്നും ഇതിൻ്റെ പിന്നില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മളെപ്പോഴും സാധാരണക്കാരുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസും അങ്ങനെയാണ്. എനിക്ക് ഒരു കാലത്തും വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനും അല്ലാണ്ട് ഒരു വണ്ടിയും ഇപ്പം ഞാൻ പറയാം പല സൂപ്പർ കാർസ് ഓടിച്ചിട്ടുണ്ട്, പല എന്താ പറയുക ഹൈപ്പർ കാറൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല, പക്ഷേ പല ലക്ഷറി സെഗ്മെൻറ്റ് കാറുകൾ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓടിക്കാൻ ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ഓടിച്ച് നോക്കാമെന്നതിലുപരി ഇതെനിക്ക് വീഡിയോ ഉണ്ടാക്കണമെന്നും ഇത് കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഞാൻ എപ്പോഴും കരുതുന്നത് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വണ്ടി അല്ലെങ്കിൽ ആ വണ്ടിയുടെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി ഒരാൾക്ക് മേടിക്കാൻ പറ്റണം, അതിന് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആൾക്ക് മേടിക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു മോട്ടീവോട് കൂടിയാണ് നമ്മുടെ ചാനലിൽ പോകുന്നത്. അതായത് ഒരു വണ്ടിയുടെ A to Z കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ വണ്ടി വാങ്ങി, അയാൾക്ക് ചിലപ്പോൾ ഓണേഴ്സ് മാനുവൽ വായിക്കാൻ സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ആൾക്ക് എൻ്റെ വീഡിയോ കണ്ട ഈ വീഡിയോയിൽ എല്ലാം ഉണ്ടല്ലോ, ആ ഗ്ലൗ ബോക്സിനകത്ത് കാണുന്ന ആ ചെറിയ ഒരു വെൻ്റ് ഉണ്ടല്ലോ, അത് എന്തിനാന്ന് വരെ നോക്കാനായിട്ട് വണ്ടി പ്രാന്തൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്ന് ഉള്ള ഒരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ആഗ്രഹവും മോട്ടീവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ ആ പോസ്റ്റിൽ എഴുതിയ പോലെ അന്ന് 24 ന്യൂസിലെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കണ്ടായി, പക്ഷേ ഞാൻ ഒട്ടും തൃപ്തനല്ല. അതായത് ചാടിക്കയറി സംസാരിക്കുന്നവർക്ക് മാത്രമേ അവിടെ അവസരമുള്ളൂ എന്ന് മാത്രമല്ല, ചില ആളുകളോട് കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എനിക്ക് തോന്നി. അതായത് നമ്മുടെ ഒരു സാമ്പത്തിക വിദഗ്ധമായിട്ടൊരു ചങ്ങാതിയോടെ വന്നിരുന്നു. പുള്ളിക്ക് വളരെ കുറഞ്ഞ പ്രായമാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ പുള്ളി കുറഞ്ഞ പ്രായമായിട്ട് പുള്ളി ഒരു ചാനൽ നടത്തുന്ന ആളാണ്. പുള്ളിയെ സംസാരിക്കാനായിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. എന്ത് പറയാൻ വേണ്ടി വായ പറഞ്ഞാലും നിൽക്ക് അവർ പറയട്ടെ എന്ന് പറയും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തീർത്തും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അസ്വസ്ഥനാണ്. പിന്നെ ആ വന്ന MSW സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, അവരാണ് ഈ നാടിൻ്റെ ഒരു ഭാവി എന്നുള്ളതാണ്. കാരണം അവർ ഡിഫെൻഡ് ചെയ്ത പോലെ ഈ പറഞ്ഞ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്ത വേറൊരാളില്ല. ആ പെൺകുട്ടികൾ കയ്യടി അറിയിക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഭാവിയിലെ പ്രതീക്ഷ എന്നുള്ളതാണ്. ആ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ ഭാവിയിലെ പ്രതീക്ഷ. അവരാണ് E20 ഏറ്റവും കൂടുതൽ എതിർത്തും ഫാക്റ്റ് സഹിതം കാര്യങ്ങൾ പറഞ്ഞതും. അപ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ കാണാൻ വേണ്ടി മാത്രം ആ ചാനലിൽ നടക്കുന്ന പരിപാടികൾ കാണുമെന്ന് ഞാൻ പറയും. എന്തായാലും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ശരി എന്നാൽ ഞാൻ കിയയിൽ പോയിട്ട് നമ്മുടെ ആ 150 സിറോസ് കൊടുക്കുന്നത് കാണട്ടെ. എന്നിട്ട് ഒരുത്തിരി ഫുഡൊക്കെ കഴിക്കട്ടെ. അതുപോലെ അനുവിൻ്റെ പെയിൻ്റ് കട, അനു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുണ്ട്, നമ്മൾ ടിയാഗോടെ EVയുടെ ആ ഉടമസ്ഥനില്ലേ, അദ്ദേഹം തന്നെ. അപ്പോൾ എന്തായാലും പുള്ളിയുടെ പെയിൻ്റ് കടയ്ക്കുള്ള ഒരു യാത്രയാണ്. ഇനി പുള്ളിയുടെ പെയിൻ്റ് കടയല്ല, പുള്ളി അച്ഛൻ്റെ പെയിൻ്റ് കടയാണ്. അതും പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം വേണ്ട. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും അത്തം ദിന ആശംസകളെന്ന് ഞാൻ വീഡിയോ ഇടില്ല. എന്തായാലും അത്തം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് വേണമെങ്കിൽ ഓണാശംസകൾ എന്ന് പറയാം അല്ലേ. ശരി എന്നാൽ.